ശിവ, ഒന്നിനും ഒരു കുറവും വരരുത്. എന്നാലോ ആരെങ്കിലും കയറി വന്ന് കണ്ട അഹങ്കാരമായി തോന്നുകയും ചെയ്യരുത്. എന്തോന്നാ ഞാൻ പറയുന്നത്? നിന്റെ വീട് പണിയുടെ കാര്യമാ. പിന്നെ ഇടം മലയാള ഭാഷയില് ആ കൂടാതെ വേറെ അക്ഷരങ്ങളുണ്ട്. നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ബാക്കിയുള്ളവരുടെയൊക്കെ നാവിറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി ഈ സുന്ദരി കുട്ടിയാ നല്ലത്. കമ്പനിക്ക് എന്തെങ്കിലും പറ. പാട് പാട്. ഇനി തുടങ്ങി ബ്ലോക്ക്. ഈ നാട് എന്നാണാവുന്ന നാവുക. ഫ്ലൈറ്റ് പോവോ? ആ വണ്ടിയുടെ പുറകെ, ആ യെല്ലോ സെന്റിന്റെ പുറകെ ഇവിടെ. ചന്ദേട്ടാ ഫ്ലൈറ്റ് ഒക്കെ പിന്നെ ഞാൻ പറയുന്നേക്കാം. ആ വണ്ടിയുടെ പുറകെ ഇവിടെ വിടാൻ. ഇവിടെ ഇങ്ങനെ ഉരുട്ടി കളിക്കാതെ ചവിട്ടി വിടെ. ചേട്ടാ ഇത് വലിയ വണ്ടി അടിച്ചു വിടറാ. എന്റെ ശിവ ഒന്ന് വിട് ശിവ. എന്റെ ഈശ്വര ഇതൊരു പരീക്ഷ കണ്ട. ആ സുമോക്കാരന്റെ തിരിക്കലുണ്ടോ? ശിവ ഒന്ന് വിടറാ. പോയില്ലേ? എനിക്കറിയാൻ പോകുന്നു. എല്ലാം പോയില്ലേ? ചേട്ടാ ആര് പോയി? ഒന്നും പറയണ്ട. പറഞ്ഞ അനുസരിക്കാൻ പഠിക്കണം. അപ്പൊ ഓരോ ന്യായങ്ങൾ. വലിയ വണ്ടി, ചെറിയ വണ്ടി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? പോയില്ലേ? ഒന്നിനെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് വെച്ചാ ചന്ദ്രേട്ട മാക്സിമം സ്പീഡ്, മാക്സിമം മിനിമം. എനിക്കൊന്നും കേൾക്കണ്ട. നശിപ്പിച്ചു കളഞ്ഞു. അത്ര തന്നെ. ഓ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഏട്ടനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാനും. ഓ ഈ ട്രാഫിക്കിനിടയില് ഇത്തിരി പോകുന്ന ഒരു മൂട്ട കാറിന്റെ പിന്നില് നമ്മുടെ വലിയ വണ്ടി വെച്ച് പിടിച്ച എവിടെ കിട്ടാനാ? ഇല്ലാത്ത ഗിയർ മുഴുവൻ ഞാൻ മാറ്റി വെക്കും. എന്നിട്ട് എന്ത് ഫലം? തെറിവിളി മാത്രമല്ല, തീറ്റി പോറ്റിയതിന് ഗുണം ഉണ്ടായില്ലെന്ന് വരെ ഏട്ടൻ പറഞ്ഞു. അത് ശരി. അപ്പൊ ഈ ചേസിംഗിന്റെ ടെൻഷന്റെ ഇടയിലും ഏട്ടൻ വാസ്തവം പറഞ്ഞിട്ടുണ്ട്. ആ വാസ്തവം വസ്തുനിഷ്ഠമാകണമെങ്കിൽ ആ വാഹനത്തിൽ നീയും കൂടി വേണമായിരുന്നു. അത് തന്നെ. ശിവ, നീ ആ കാറിന്റെ അകത്ത് ആരെങ്കിലും കണ്ടോ? എവിടെ കാണാൻ? ആ കാർ തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. എന്ത് തന്നെ ആയിരുന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ. ഈ കുടുംബകഥയിലെ ടർണിംഗ് പോയിന്റ് ആയിരുന്നു ആ കാറിനകത്ത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് നീ നശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കോമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആയിരുന്നെങ്കിൽ ആ കാർ ചവിട്ടി വിട്ടേനെ. എങ്ങോട്ട്? എയർപോർട്ടിലേക്ക്. എന്നിട്ട് അബുദാബി ചെന്ന അവിടുത്തെ ഷെയ്ക്കുമായിട്ട് ഈ ടർണിംഗ് പോയിന്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തേനെ. ഇപ്പൊ കാറിന്റെ വഴിക്കും പോയി, ഫ്ലൈറ്റിന്റെ വഴിക്കും പോയി. അളിയന്റെ അളിയിലാണ് പരിപാടിയിലുമായി. ആയല്ല? ആയില്ലേ? മതി ചർച്ച. പിള്ളേരെല്ലാം വിശന്നിരിക്കുക. ഞാൻ പോയി അവനെ. ഞങ്ങൾ തുടങ്ങാം. ഇതെന്തൊരു നിപ്പാടാ. പിള്ളേരെല്ലാം അവിടെ വിശന്നിരിക്കുക. ഇതിപ്പോ ആകെ ചമ്മലായി പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ മിനിമം 2 കൊല്ലമെങ്കിലും കഴിയണം. അതാ അതിന്റെ കണക്ക്. ഇപ്പൊ 2 മണിക്കൂറിനകം തിരിച്ചെത്തി. അതിനെന്താ? വേറെങ്ങോട്ടും അല്ലല്ലോ, സ്വന്തം വീട്ടിലേക്കല്ലേ. എന്നാലും അതൊന്നും സാരമില്ല. അമ്മ ചോദിച്ചാ സത്യം പറയോ എന്റെ കുട്ടി? ആരായിരുന്നു ആ കാറില്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവോ? നമ്മുടെ അച്ഛന്റെ സ്കൂളില് മലയാളം പഠിപ്പിക്കാമെന്നൊരു ശങ്കരൻ മാഷിനെ ഓർക്കുന്നുണ്ടോ അമ്മ? ആ മാഷിനൊരു മോളുണ്ടായിരുന്നില്ലേ അമ്മേ? വെളുത്ത് മെലിഞ്ഞു കൊല്ലുന്നനെ, നല്ല നീളം മുടിയൊക്കെ ആയിട്ട്. എന്താ കുട്ടിയുടെ പേര്? ഇന്ദിര. അമ്മ എന്നെ ആദ്യമായിട്ട് എന്തിനാണ് തല്ലിയത്?
അവൾക്ക് ഞാൻ പ്രേമലേഖനം കൊടുത്തതിന്റെ പേരിലല്ലേ? അവളായിരുന്നു ആ കാറില്. അതിന് അല്ല, അതിപ്പോ ഇങ്ങനെ പെണ്ണന്വേഷിച്ച് നടന്നിട്ട് അതൊട്ട് നടന്നുമില്ല. അതിന്റെ പേരിൽ എല്ലാരെയും സങ്കടപ്പെടുത്തി ഇറങ്ങുകയും ചെയ്തു. അപ്പൊ പാതി വഴിക്ക് കൺമുമ്പിൽ വന്ന് പെട്ടപ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു നിമിത്തമായി തോന്നി. അതുകൊണ്ടൊന്ന് പറയാ വിട്ടതാ, അന്വേഷിക്കാലോ എന്ന് കരുതി. പറയാനൊരു കാരണമുണ്ടല്ലോ, പഴയ പ്രേമലേഖനം. ഈശ്വര, അതിന്റെ പുറകെ പോവുക. ഇതെന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? 4-5 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളു നീയും അവളായിട്ട്. നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എത്ര മക്കൾ ഉണ്ടാവൂടാ അവക്ക്. എല്ലാരും നിന്നെ പോലെ ആവോ? അത് ശരിയാ. ആ വെപ്രാളത്തിനിടയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. എല്ലാവരും നമ്മളെ പോലെ ആവില്ലല്ലോ. അത് പോട്ടെ, ഇതിപ്പോ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ പോക്കും മുടങ്ങി മാനോ കിട്ടി ചോറും കൊണ്ടില്ല. അങ്ങനെ പണ്ടാരും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല. വാ, വന്ന് ഇങ്ങട്. എന്താ മോളെ? മമ്മ, അവിടെ ഒരു അങ്കിള് നമ്മളെ തന്നെ നോക്കുക. നമ്മളെ തന്നെ നോക്ക്. എവിടെ? ദാ അവിടെ. സത്യം ഞാൻ പറഞ്ഞത്, ആ അങ്കിള് നമ്മളെ തന്നെയാ നോക്കിയത്. മോൾ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ടാ. എല്ലാരും നമ്മളെ തന്നെ നോക്കുന്ന പോലെ തോന്നുന്നു. കേറ്. ശ്ശോ. എല്ലാം റെഡിയല്ലേ? ഞങ്ങൾ എപ്പോഴേ റെഡി. അപ്പൊ നേരെ കളക്ടറേറ്റിലേക്ക്. അതെ, ഈ യുവജന നേതൃത്വത്തിന്റെ കരുത്ത് എന്താണെന്ന് ഇന്ന് കേരളം കണ്ടറിയും. നമ്മൾ കൊണ്ടറിയോന്ന എന്റെ പേടി. മനസ്സിലായില്ല? അല്ല, ലാത്തി ചാർജ് എങ്ങാനും നടന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല. നമ്മൾ ദണ്ഡിയാത്രയൊന്നല്ലോ പ്ലാൻ ചെയ്യുന്നത് മുൻനിരയിൽ നിൽക്കാൻ. നമ്മൾ പിന്നിൽ നിൽക്കുന്നു, അണികളെ മുന്നേറ്റുന്നു. അല്ല, ഇപ്പൊ നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് തരണ കാലാണേ. പേടിപ്പിച്ച് ആവേശം കളയാതെ കമോൺ. ഇതെന്ത് പറ്റി? മോർണിംഗ് വാക്ക് ബുള്ളറ്റിലാക്കി ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ പാതി വഴിക്കേണ്ട മാമ്പഴക്കാലത്തിലേക്കുള്ള ഒരു അന്വേഷണം ആയിരിക്കും. ആണെങ്കിൽ അല്ല, രണ്ടും കൂടെ ഒരുമിച്ച് ഒരൊറ്റ പന്തലിൽ വെച്ചാകാമായിരുന്നു. നമ്മുടെ പട്ടാളക്കാരെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു സൂചന കിട്ടി, അതുകൊണ്ട് പറഞ്ഞ. അത് പേടിച്ചിട്ടാവും വിത്ത് കോറാസ്. ഈ ഇറക്കം കളക്ടറേറ്റിലേക്കാ. കണ്ടാ തോന്നുന്നു സെക്രട്ടേറിയറ്റിലേക്കാണ്. സെക്രട്ടേറിയറ്റിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ കളക്ടറേറ്റ് മാർച്ച്. പോലീസുകാരെല്ലാം കൂടി ഈ ശരീരത്തെ ചവിട്ടി പഠിക്കാതെ നോക്കണേ അനിയാ. എന്നാലേ ഏട്ടൻ നോക്കിക്കോ, ഇന്ന് 2-1 നടക്കും. എടാ, ഈ 1-2 നടത്താൻ നീ എന്തിനാ കളക്ടറേറ്റ് പഠിക്കാൻ പോകുന്നത്? ഇവിടെ നല്ല യൂറോപ്യൻ ക്ലോസറ്റ്. ആ വിട്ടോ, മാർച്ച് വൈകിക്കണ്ട, ഏപ്രിൽ 2 ഒക്കെ കയറി വരും.